നമസ്തേ. തുണി തയ്ക്കുന്നത് ശരീര അളവെടുത്ത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഒരിക്കലും അളവെടുക്കരുത്. സ്വയം അളവെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരീര അളവായിട്ട് അല്പം വ്യത്യാസം ഉണ്ടാകും. ശരിയായ അളവ് കിട്ടണമെങ്കിൽ മറ്റാരെങ്കിലും അളവെടുത്താൽ ആ അളവ് കൃത്യത ഉണ്ടാവുകയുള്ളൂ. ആ അളവിൽ കൃത്യത ലഭിക്കണമെങ്കിൽ മറ്റാരെങ്കിലും അളവെടുക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അളവെടുക്കുമ്പോൾ ഈ അളവ് എടുക്കേണ്ട ആൾ, അതായത് ആരാണോ അളവ് തരുന്നത് അയാൾ ആ അളവെടുക്കുമ്പോൾ കുനിയുക, അതുമാതിരി ഒരുപാട് എയറൊക്കെ പിടിച്ചിട്ട് നിൽക്കുക, അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അത് നോർമൽ കണ്ടീഷനിൽ നേരെ നിൽക്കുക, നിവർന്ന് നിന്നിട്ട് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറക്കം, ടോപ്പിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ ഇറക്കം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് എടുക്കുമല്ലോ. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ടാപ്പ് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഭൂമിക്ക് പാരലായിട്ട് ചുളിവൊന്നുമില്ലാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ടാപ്പ് അങ്ങനെ വീണെടുക്കാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെയാണ് അളവെടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ കൈ വണ്ണെടുക്കണം. വലത് കൈയുടെ വണ്ണെടുക്കുക, ഇടത് കൈയുടെ വണ്ണെടുക്കുക. അതുപോലെ തന്നെ കൈകക്ഷം ഇടത് കൈയിൽ വണ്ണെടുക്കുക, വലത് കൈയുടെ കൈകക്ഷത്തിൻ്റെ വണ്ണെടുക്കുക. ഏത് കൈയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ കൈ കുറച്ച് വണ്ണം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒരിക്കലും സ്വയം അളവെടുക്കരുത്. അളവ് അറിവുള്ള ആരായാലും, അറിവൊന്നും വേണമെന്നില്ല, ഇതുവരെ ടാപ്പൊക്കെ ഭംഗിയായിട്ട് പിടിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ കൂടെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരെ നിന്ന് എടുക്കുക. മറ്റ് കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ബ്ലൗസ് തയ്ക്കുമ്പോൾ ആ തയ്ക്കാൻ വരുന്ന ആൾ ആരാണോ നമുക്ക് അളവ് തരുന്നത് അയാൾ കൃത്യമായിട്ടുള്ള അളവുള്ള ഇന്നർ ധരിച്ചിട്ട് വേണം നമ്മൾ വരാനും നമ്മൾ അളവെടുക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലൗസ് ഭംഗിയായിട്ട് നമുക്ക് അവരെ അളവിലേക്ക് തയ്ച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് അളവില്ല, ഇന്നറൊന്നും കറക്റ്റായിട്ട് ഇടാതെ കൊണ്ട് കൃത്യമായ അളവിൽ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ബ്ലൗസുകൾക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള ഇന്നർ ധരിക്കാതെ കണ്ട്, ആ ബ്രേസറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ബ്രേസറുകൾ ധരിച്ചുകൊണ്ട് അവർ എങ്ങനെയാണോ ധരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണോ സൂട്ടബിൾ ആവുക അത് ധരിച്ച് വേണം വരാനും അവരെ നമ്മൾ അളവെടുക്കാനും. അപ്പോൾ നമുക്ക് നല്ല കൃത്യതയോട് കൂടിയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.